നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയി ഹെൽത്തി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇന്ന് എല്ലാരും കൂടെ എന്ന് പറയുമ്പോ രതീഷ് ചേട്ടൻ എപ്പോഴും ചോദിക്കുന്ന പോലെ അമ്മേനെ കൂട്ടാണ്ട് നിങ്ങൾ എവിടെയായി പോകുന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ വിരാമമുണ്ട്. ഇന്ന് അമ്മയുണ്ട്, അമ്മയുണ്ട്, ചില്ലിയുണ്ട്, പാർവിയുണ്ട്, രസീച്ചിയുണ്ട്, പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങളെ സന്നദ്ധ സഹചാരി ട്രാവൽ പാർട്ട്ണർ മജിദ് ഭാസ്കർ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് എടുത്തേക്കാ അമ്മ പറ. എന്റെ മൂത്ത മകളുടെ അടുത്തേക്ക് പോകുന്നത് എവിടെയത്? ശ്രീകണ്ഠാപുരം. അപ്പൊ നമ്മള് ശ്രീകണ്ഠാപുരത്തേക്കാ പോകുന്നത്. ഇട്ട് തുടങ്ങിയിട്ടാ. അച്ഛനില്ല, മുരളിയേട്ടനില്ല. നമ്മൾ ഇത്ര പേരാ പോകുന്നത്. ഇപ്പൊ വൈകുന്നേരം ആയി. നാളെ രാവിലെ 8 മണിയാകുമ്പോ തിരിച്ചും വരും. ജസ്റ്റ് പെട്ടെന്നൊരു സഡൻ പ്ലാൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ശ്രീകണ്ഠാപുരം പോയിട്ട് വന്നാലോ? നമുക്ക് ആ ഒരു വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ വോയിസ് ആയിരിക്കും. ഇത്ര സമയം കേട്ടത് എൻ്റെ വോയിസാണ്, വോയിസ് ഓവറാണ്. കാരണം മൈക്ക് എടുത്തപ്പോൾ ചേച്ചിക്ക് കണക്ടർ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലം എവിടെ അറിയാം? ഇത് ചെറുവത്തൂരാണ്. നമ്മൾ ഈ സ്ഥലത്തെത്തുമ്പോൾ എപ്പോഴും പറയും എവിടെയോ പുറത്ത് മുംബൈയിലൊക്കെ പോയ പോലെ ഉണ്ടെന്ന്. ശ്രീകണ്ഠാപുരം പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയാണ്. കുറേ പുഴകൾ കാണാം, മലകൾ കാണാം, കുന്നുകൾ കാണാം. നല്ല രസമായിട്ട് കാണാൻ. ഇതാണ് ഞാൻ പറഞ്ഞൊരു കുന്ന്. ഇത് പക്ഷേ ചെറുവത്തൂർ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കുന്നാണ്. ഇത് ഈ മഴക്കാലത്ത് ഇടിഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം അവരെന്തോ മതിൽ പോലെയൊക്കെ കെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്ത് തളിപ്പറമ്പൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ടയറിങ് ആയി. ചില്ലക്ക് തലവേദന എല്ലാം വന്നു, വിശപ്പ് വന്നു, പിള്ളേരെല്ലാം സൈഡായി. അങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ മറ്റേ ഈ സിനിമയിൽ പറഞ്ഞ പോലെ എല്ലാം രണ്ടെണ്ണം പോരട്ടെ എന്നുള്ള രീതിയിൽ എല്ലാം വാങ്ങിച്ചു. ഇത് ചൊടിച്ചിട്ട് 2 പീസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല സ്നാക്സ് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഒരു ബോബോ ഉണ്ടായിരുന്നു, അവനും കൊടുത്തു നമ്മൾ സ്നാക്സ്. അപ്പം എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ നമ്മൾ ശ്രീകണ്ഠാപുരത്തുള്ള സുനീച്ചിയുടെയും ബാബുവേട്ടൻ്റെയും വീട്ടിലെത്തി. ഇതായിട്ട് അവരുടെ വീട്. നമ്മൾ മെയിൻലി കാണാൻ വന്നത് ഇവരെയാണ്. ഇതാണ് ഇവിടുത്തെ പുതിയ പെറ്റ് ലക്കി. നല്ല പേരല്ലേ ലക്കി. ലക്കി എന്ന് പേരിട്ടത് ആരാണെന്ന് നിങ്ങൾ ചോദിക്കേ? ഞാനാണ് പേരിട്ടത് ലക്കിന്ന്. അങ്ങനെ ലക്കീനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു പിള്ളേരെല്ലാം, ഞങ്ങളും എല്ലാവരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ലക്കിനെയും കൊണ്ട് ഇവർ കാസർഗോഡ് വന്നപ്പോൾ ഞങ്ങളില്ലായിരുന്നു. പിന്നെ ഏട്ടൻ ഇവിടെ പുതിയ ബേർഡ്സിനെ വാങ്ങിയിട്ടുണ്ട്, പിന്നെ കോഴിയുണ്ട്, എല്ലാം ഉണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കാരണം വീട് ഫുൾ എറൗണ്ട് പെറ്റ്സ് ആണ്. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പിന്നെ നമുക്ക് കുറേ സമയം നുണയും കൊതിയും പറഞ്ഞിരിക്കണം. ഇതായിട്ട് നമ്മൾ പിള്ളേരെ സെറ്റ്. ഇതിലൊരാൾ കുറവുണ്ട്, ചേട്ടൻ. ഇവരെ ഹിറ്റ്ലർ മാധവൻ കുട്ടിയേട്ടൻ മഹി. ഫുള്ള് പെണ്ണുങ്ങളാണ് നമ്മളെ വീട്ടിൽ. ആകെ ഒരു മോനേ ഉള്ളത്, അതാണ് ദിവൻ. അമ്മേടെ അടുത്തിരിക്കുന്ന മഹേന്ദ്ര ബാബു. അങ്ങനെ ഇതായിട്ട് സുനീച്ചിയുടെ ഹസ്ബൻഡ് ഏട്ടൻ DYSP ആണ്. കണ്ടില്ലേ, ഹായൊക്കെ തന്ന്. അങ്ങനെ നമ്മളെ കുറേ കൊഞ്ചിക്കൽ സെഷൻ, നുണ പറയൽ സെഷൻ, കൊതി പറയൽ സെഷൻ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളെ വയറ് ഫുള്ളായിരുന്നു. കാരണം അത്രയും സ്നാക്സ് ബൈത്താട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് എനിക്കറിയില്ല. എല്ലാവരും വയറ് നിറച്ച് സ്നാക്സ് കഴിച്ചു. സുനീച്ചി മറ്റേ മുട്ടയുടെ കുറുമ, പിന്നെ പൊറോട്ട വാങ്ങിച്ചാന്ന്. മുട്ട കുറുമ, പൊറോട്ട, പിന്നെ ചിക്കൻ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വെട്ടി മാടി. പിന്നെ എനിക്ക് വേണ്ടി ഉപ്പേരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉച്ചക്കേക്ക് ആക്കിയത് എനിക്ക് വേണ്ടിയിട്ട് സുനീച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടന് കുറച്ച് കൃഷിയോട് കമ്പുള്ള കൂട്ടത്തിലാണ് ഏട്ടൻ. അങ്ങനെ ഏട്ടന് കുറേ കൃഷിയുണ്ട്. പയർ, പടവലം, കോവക്ക, എല്ലാം വക്കയും ഉണ്ട്. അപ്പം അതിൻ്റെ ഏതോ ഇല പറിച്ചുണ്ടാക്കിയതാണ് സുനീച്ചി. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങളുടെ നോണയും കോത്തിയും സെഷനാണ്. കുറേ പേര് TV നോക്കുന്നു, കുറേ പേര് നോണ പറയുന്നു. സുനീച്ച് നോണ പറഞ്ഞു സൈഡായാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കിടന്ന്. കാരണം പിറ്റേ ദിവസം ചില്ലക്ക് സ്കൂളിൽ എക്സാം ഉണ്ട്, എനിക്ക് ഓഫീസിൽ പോകണം, ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഗുഡ് മോർണിംഗ് ആയപ്പോൾ എല്ലാവരും പല്ല് തേപ്പ്, കുളി, ജപം. വൈദ്യുതിയുടെ മറ്റേ ചെവിയിൽ കെട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തണുപ്പാണ്. കുറച്ച് കിഴക്കോട്ടുള്ള സ്ഥലമല്ലേ ശ്രീകണ്ഠാപുരം. ഭയങ്കര തണുപ്പാണ്. സുനീച്ചയുടെ ഇഡ്ഡലി ചുടുന്ന തിരക്കിലായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും. പക്ഷെ നമ്മൾ ഇന്നലത്തെ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഇഡ്ഡലിയും ചിക്കൻ കറിയും അമ്മയാണല്ലോ. അങ്ങനെ ഇത് മുകളിൽ ഏട്ടൻ്റെ ഒരു ചെറിയൊരു ജിമ്മാണ്. ഏട്ടൻ ഇവിടെ ഡെയിലി വന്ന് വർക്കൗട്ട് ചെയ്യും. നല്ലൊരു ബോഡി കോൺഷ്യസ് ആയുള്ള ഒരാളാണ്. അങ്ങനെ ഞാൻ അയൺ ചെയ്യാനായിരുന്നു വന്നത്. ഞാൻ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കുളിച്ച് പിന്നെ ഇവിടുത്തെ എന്താ പറയുക
ഈ മറ്റേ സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കാൻ നല്ല ഭംഗി, ചുറ്റും റബ്ബർ തോട്ടവും ദൂരം മലയും ഫോഗെല്ലാം ഉണ്ടായിരുന്നു. ഫോഗ് എനിക്ക് ക്യാമറയിൽ അങ്ങനെ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ല തണുപ്പ്, നല്ല രസം. ഇത് സ്കൂളാട്ടോ, കുറുമാത്തൂർ സ്കൂൾ അങ്ങനെയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സുനീച്ചെന്നെ കൊല്ലും, അങ്ങനെയാണെന്ന് തോന്നുന്നു. കുറുമാത്തൂർ സ്കൂൾ, അത് UP സ്കൂളാന്ന് തോന്നുന്നു. ചെറിയ കുട്ടികൾ മാത്രമേ ഉള്ളൂ, വലിയവരാരുമില്ല. രാവിലത്തെ വ്യൂ ഇതാട്ടോ, മാവുണ്ട്, ഒരു ചുറ്റൊരു നല്ലൊരു കൂൾ വൈബാണ് സുനീച്ചിയുടെ. കുറേ പെറ്റ്സ്, മാവ്, മൃഗങ്ങൾ, ചെടികൾ, അങ്ങനെയുള്ള ഒരു ഏരിയ ആണ്. സുനീച്ചിയുടെ വീട് പുതിയ വീടാട്ടോ. സുനീച്ചേരിയും രസേച്ചിയുടെയും വീട് ഒരു 1 മന്തിൻ്റെ ഗ്യാപ്പിലാണ് ഹൗസ് വാമിങ് കഴിഞ്ഞത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂള്. അപ്പം ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് രാവിലെ തന്നെ പോകണമെന്ന് വെച്ചാൽ സുനീച്ചി ടീച്ചറാണോ, സ്കൂളിൽ പോകണം, ഞങ്ങൾക്ക് പോകണം. ഒരു പെട്ടെന്നൊരു സഡൻ വിസിറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. രാത്രി വന്നു, പുലർച്ചെ രാവിലെ പോയി. അപ്പം എല്ലാവർക്കും മടിയുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ നല്ല മടിയുണ്ടായിരുന്നു, നമുക്ക് തിരിച്ചു പോകാൻ നല്ല മടിയുണ്ടായിരുന്നു. ഇത് സുനീച്ചി ഇവർക്ക് ഉണ്ടാക്കി വാങ്ങി വെച്ചിട്ടുണ്ടായ ഡോൾസ് ആട്ടോ, ഇത്തൂനും ചില്ലക്കും. അങ്ങനെ ഞങ്ങൾ സുനീച്ചി പറയുന്നത് എന്താ പറയുക, എന്നെ കാണിക്കണ്ട, ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന്. അങ്ങനെ പിള്ളേരെല്ലാം സെൽഫി എടുക്കുന്ന തിരക്കിലായിരുന്നു. ഇതാണ് ലക്കിയോട് ഒട്ടും കളിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കളിക്കുന്ന പറയുന്നതല്ലാണ്ട് ഞാൻ എൻ്റെ അടുത്തോടെ പോലാട്ടോ, എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ പെറ്റ് എന്നല്ല, എല്ലാ മൃഗങ്ങളെയും ഭയങ്കര പേടിയാണ്. ലക്കിയൊക്കെ പക്ഷെ ഇത്തൂനും പിള്ളേരൊക്കെ കാണുമ്പോൾ അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. ലൈക്ക് അതും കുഞ്ഞു വാവയല്ലേ, അതിന് ഇവരോട് കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനും സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സമയം കിട്ടാണ്ട് വന്നു പോയൊരു ദിവസമായിരുന്നു അത്. ഇതിൻ്റെ കോമ്പൻസേഷനായിട്ട് നമ്മൾ അടുത്ത് തന്നെ ഒരു 2 ദിവസം നിന്നിട്ട്, ശ്രീകണ്ഠാപുരത്ത് ഇതൊന്നും ഇല്ലാട്ടോ, കുറേ നല്ല സ്ഥലമുണ്ട് കാണാൻ, അതൊക്കെ നമ്മൾ പോയി കാണും. അപ്പോൾ അതിൻ്റെ ഒരു നല്ല വീഡിയോ വരും. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.